സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം, സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. നീലഗിരി ജില്ലയിലെ 8 വർഷക്കാലം നീണ്ടുനിന്ന വൈദിക ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് 1972 രാമനാലിലച്ചൻ കേരളക്കരയിലെത്തി. തെക്കുംകൂർ പ്രദേശമായ മല്ലപ്പള്ളിയിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മറ്റൊരു ശുശ്രൂഷ യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്ന കാര്യമായിരുന്നു. തീർച്ചയായിട്ടും മല്ലപ്പള്ളിയിൽ അദ്ദേഹം ആരംഭിച്ച ആ ITCയിലൂടെ അനേകം കുടുംബങ്ങളെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ചെറുപ്പക്കാരിൽ തൊഴിലില്ലാതെ നടക്കുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതം കൊണ്ടാണ് അദ്ദേഹം ഉത്തരം കൊടുക്കുന്നത്. ഇന്നും എനിക്കനേകം ചെറുപ്പക്കാരെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. അച്ഛൻ വളർത്തിയതിൻ്റെ പേരിൽ വളർന്നു എന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പൊതു താൽപ്പര്യ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം. അത് ബന്ധിനെതിരെയാണെങ്കിലും മദ്യപാനത്തിനെതിരായിട്ടാണെങ്കിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് അത് ഒരു നല്ല ക്രൈസ്തവ വിശ്വാസിയുടേതാണ്, യേശുവിൻ്റെ ഒരു ശിഷ്യൻ്റേതാണ്. അദ്ദേഹം ബന്ധിനെതിരെ ഒറ്റയാൻ സമരം മല്ലപ്പള്ളിയിൽ ഇരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചരിത്ര പുരുഷനാക്കിയ ഒരു കാര്യമാണ്. ഒന്നിനെക്കുറിച്ചും ഭയമില്ലാതെ, ആരെയോടും പ്രത്യേകിച്ച് കൂടുതൽ മമതയില്ലാതെ, എന്നാൽ എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ച് പ്രിയപ്പെട്ട അച്ഛന് അങ്ങനെ നീങ്ങുകയാണ്. മദ്യപാനത്തിൻ്റെ വിപത്തിലായിട്ടുള്ള അനേകം ആളുകളെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ, പ്രത്യേകിച്ചും മല്ലപ്പള്ളി കൺവെൻഷൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു കൂട്ടായ്മ പ്രിയപ്പെട്ട അച്ഛൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. 25 വർഷത്തോളം ആവുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ പേരിൽ തന്നെ അൽമായ സഹോദരങ്ങൾ നേതൃത്വം നൽകുന്നതായ അശരണരുടെ ഒരു ആലംബഹീനരുടെ, പ്രത്യേകിച്ചും മാനസികമായ ബുദ്ധിമുട്ടുകൾ, വിഭ്രാന്തികളുള്ളവരെ എടുത്തു വളർത്തുന്നതായ ഒരു ഭവനം തന്നെ പ്രിയപ്പെട്ട മക്കളുടെ ഈ അൽമായ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാകുവാൻ ഇടയായി. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ എത്ര നന്മകളാണ്. അദ്ദേഹത്തിന് നന്മയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. മല്ലപ്പള്ളിയിലെ സുദീർഘമായ സേവനങ്ങൾക്ക് മുൻപ് ചെങ്ങരൂർ സെയിൻറ്റ് ജോർജ് പള്ളിയിലും കടമാങ്കുളം തിരുഹൃദയ ദേവാലയത്തിലും രാമനാനിലച്ചൻ ശുശ്രൂഷ ചെയ്തിരുന്നു. ഗൂഢല്ലൂരിലെ സമരവീര്യത്തിൽ നിന്നും മല്ലപ്പള്ളിയുടെ സമഗ്ര വികസനം രൂപം കൊള്ളുന്നത് ഏതാണ്ട് ഈ കാലയളവിലാണ്. പ്രിയപ്പെട്ട ചെറിയാൻ രാമനാൽ കോർപ്പിസ്കോപ്പാച്ചൻ തിരുവല്ല അതിരൂപതയിലെ സീനിയർ വൈദികനും കത്തോലിക്ക വൈദികൻ്റെ അന്തസ്സ് പുലർത്തുന്ന ഒരു കത്തോലിക്ക വൈദികത്വത്തിൻ്റെ ഒരു ഐക്യൻ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വൈദികരെല്ലാവർക്കും അച്ഛനൊരു മാതൃകാ പുരുഷനാണ്. അച്ഛൻ ഇരുന്നിട്ടുള്ള പള്ളികളിലും അതിനോടനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളിലുമെല്ലാം ആ ദേശത്തിൻ്റെ തന്നെ ഒരു വൈദികനായിട്ട്
വ്യാപരിക്കുവാൻ അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ് അച്ഛൻ്റെ പ്രത്യേകത. ചെങ്ങന്നൂർ സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ 1972 മുതൽ 79 വരെയുള്ള ദീർഘമായ 7 സംവത്സരക്കാലത്തെ വികാരിയായി സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ അവരെ ക്രിസ്തീയതയിലും കത്തോലിക്ക വിശ്വാസത്തിലും വളർത്തുന്നതിന് അച്ഛൻ വഹിച്ച പങ്ക് വലുതാണ്. ഇന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ ഭവനങ്ങളെയും ഈ ഇടവകയെയും വളരെ കാര്യക്ഷമമായിട്ട് കരുതുന്നു. അതിനെല്ലാം പിൻബലമായി നിന്നത് പ്രിയപ്പെട്ട അച്ഛൻ്റെ സ്തുത്യർഹമായ സേവനമാണ്. വന്യ ചെറിയാൻ രാമനാലിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ ചെങ്ങന്നൂർ പ്രദേശത്ത് വരുന്നത് ഏതാണ്ട് 43 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് വളരെ ചെറുപ്പമായിരുന്നു, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അച്ഛൻ്റെ വരവോടുകൂടി ആ പ്രദേശത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ചെങ്ങന്നൂർ ഇടവകയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊതുസമൂഹത്തെ, അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളെ പ്രത്യേകിച്ചും ആ പള്ളിയോട് വളരെ അടുപ്പിക്കുന്നതിൽ അച്ഛൻ വളരെയേറെ ശ്രദ്ധിച്ചു. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഒരു വലിയ നേതൃസ്ഥാനമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരു വൈദികൻ, എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുന്ന ഒരു വൈദികൻ, ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ എല്ലാം സംഘടിപ്പിച്ച് അവരെ ബുദ്ധിപരമായും കായികമായും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയുള്ള നിരന്തരമായ പരിപാടികൾ, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും സ്നേഹം ആർജിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞു. അവരുടെയൊക്കെ കുടുംബങ്ങളിലെ ഒരു നിത്യ സന്ദർശകനായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇടവകയും ആ പ്രദേശത്തുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ വളരെ നല്ല ഒരു ബന്ധം പിൽക്കാലത്തുണ്ടാവുന്നതിന് ഇത് ഇടയാക്കി. ഇടവകയിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത. തിരുവല്ല അതിരൂപതയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. ആ കാലത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യുവജന സംഘടനാ പ്രവർത്തന രംഗത്ത് കാലെടുത്ത് വെച്ചവരാണ്. എനിക്ക് പിൽക്കാലത്ത് വ്യക്തിപരമായി KCYM-ൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഒരുപക്ഷെ അതിനെല്ലാം ബഹുമാനപ്പെട്ട രാമനാലിൽ കോർപ്പിസ്കോപ്പയോടാണ് എൻ്റെ കടപ്പാട്. ഇങ്ങനെ പറയുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ പ്രദേശത്തും ഞങ്ങളുടെ ഇടവകയിലുമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രിയപ്പെട്ട അച്ഛനോട് ഈ ഇടവക വളരെയേറെ കടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കുഞ്ഞു കുട്ടിക്കും അച്ഛനെക്കുറിച്ച് അനേക കാര്യങ്ങളെ പറയുവാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ സ്വതസിദ്ധമായ ശൈലി, മറ്റുള്ളവരോടുള്ള സ്നേഹം, പ്രത്യേകിച്ചും ഇടവക സന്ദർശനം നടത്തി 1 മാസത്തിലൊരിക്കൽ എങ്കിലും എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവരുടെ ക്ഷേമമറിയും അവരുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പഠിക്കുകയും അതിന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അച്ഛൻ ബദ്ധശ്രദ്ധനായിരുന്നു. ആത്മീയ മണ്ഡലങ്ങളിൽ മാത്രമല്ല, മനുഷ്യനെ സ്പർശിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുവാൻ അച്ഛന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചെങ്ങന്നൂർ പ്രദേശത്തിൻ്റെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാ ക്രൈസ്തവരുടെയും ഒരു പുരോഹിതനായിട്ട് തീരുവാനായിട്ട് അച്ഛന് സാധിച്ചു. കേവലം 2 വർഷം മാത്രമേ കടമാങ്കുളം തിരുഹൃദയ ദേവാലയത്തിൽ സേവനം ചെയ്തിട്ടുള്ളൂ എങ്കിലും രാമനാലിലച്ഛൻ അവിടെയുള്ളവർക്ക് നിത്യസ്മരണീയനാണ്. ബഹുമാനപ്പെട്ട ചെറിയാൻ രാമനാലിൽ കോർപ്പിസ്കോപ്പാച്ചൻ 1979 മുതൽ 81 വരെയുള്ള വർഷങ്ങളിലാണ് കടമാങ്കുളം മലങ്കര കത്തോലിക്ക പള്ളിയിൽ വികാരിയായിരുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കാലത്താണ് പള്ളിയുടെ 50-ാം വർഷവും ഇതിൻ്റെ ജൂബിലി ആഘോഷവും നടന്നത്. ഈ പള്ളിയുടെ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടും അച്ഛൻ്റെ പ്രത്യേകതകളനുസരിച്ച്
സമൂഹത്തിലെ മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ഈ പ്രദേശത്തിന്, കടമാങ്കുളം പ്രദേശത്തിന് സജീവമായി നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട്. മല്ലപ്പള്ളി സെൻറ്റ് ജോസഫ് ITCയുടെ തുടക്കവും ഈ പള്ളിയിൽ അച്ഛൻ വികാരിയായിരിക്കുന്നതായ സമയത്താണ്. ഒടുവിൽ 1981 രാമനാലിലച്ചൻ മല്ലപ്പള്ളി സെയിൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിൻ്റെ വികാരിയായി ചുമതലയേറ്റു. ഒരുപക്ഷെ മല്ലപ്പള്ളിയുടെ വികസന ചരിത്രം തുടങ്ങുന്നത് ഇതോടൊപ്പമാണ്. മല്ലപ്പള്ളിക്ക് ഒരു വലിയ സംസ്കാരമുണ്ട്. ശിവരാത്രി മഹോത്സവത്തിന് ആശംസകൾ നേരുന്ന ക്രൈസ്തവ ബാനറുകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ യൂണിയൻ കൺവെൻഷനും അതുപോലെ ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളിനും ആശംസകൾ നേർന്നുകൊണ്ട് ഹൈന്ദവ സേവാ സംഘങ്ങളുടെ ബാനറുകളും അത് മല്ലപ്പള്ളിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിച്ചാൽ മല്ലപ്പള്ളിയിൽ മാത്രം കാണുന്ന ആ വലിയ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു രാമനാലച്ചൻ. ബഹുമാനപ്പെട്ട അച്ഛൻ 1981 ഇവിടെ വരുമ്പോൾ ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ മാത്രമേ ഈ ഇടവകക്കാരായി ഉണ്ടായിരുന്നുള്ളൂ. 2004 ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഇടവകയുടെ ചാർജ് വിട്ട് ഒഴിയുമ്പോൾ ഏതാണ്ട് 100-ൽ പരം കുടുംബങ്ങൾ ഈ ഇടവകയുടെ അംഗങ്ങളായിട്ട് ഉണ്ടായി. ഈ ഇടവകയുടെ നാനാവിധമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ വളർച്ചയിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഇടവകയുടെ ആത്മീയ വളർച്ചയോടൊപ്പം തന്നെ മല്ലപ്പള്ളി പ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിയും നാനാവിധമായ വളർച്ചയും അച്ഛൻ ലക്ഷ്യം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പ്രദേശത്ത് ചാർജ് എടുക്കുമ്പോൾ തന്നെ ആരംഭിച്ചതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടിയുള്ള സെയിൻറ്റ് ജോസഫ്സ് ITC. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ITCയിലെ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സൗകര്യാർത്ഥം ഇവിടെ ഒരു നിർമ്മാണ കേന്ദ്രം, സ്റ്റീൽ ഫർണിച്ചറിൻ്റെ ഒരു നിർമ്മാണ കേന്ദ്രം അച്ഛൻ ആരംഭിക്കുകയുണ്ടായി. എഫേത്ത എന്ന പേരിൽ ഇന്ന് കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന ഒരു സ്റ്റീൽ ഫർണിച്ചർ കേന്ദ്രമുണ്ടാകുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വലിയ നേതൃത്വത്തിലാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ സ്ഥാപിച്ചതാണ് സെയിൻറ്റ് ജോസഫ്സ് കമ്പ്യൂട്ടർ കോളേജ്. ഇപ്രകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മല്ലപ്പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ബൗദ്ധിക വിദ്യാഭ്യാസ രംഗത്ത് ഏറെ വിപ്ലവാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഈ ജനത, ഇവിടെയുള്ള പൊതുസമൂഹം മുഴുവൻ ഏറെ ഓർക്കും. അരനൂറ്റാണ്ട് കാലത്തെ വൈദിക സേവനത്തിൻ്റെ നേർപകുതിയും രാമനാലിലച്ചൻ ശുശ്രൂഷ ചെയ്തത് മല്ലപ്പള്ളിയിലാണ്. നഗരവും ഗ്രാമവും ഈ വൈദിക ശ്രേഷ്ഠനെക്കുറിച്ച് ഒന്നുപോലെ വാചാലമാവുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഫാദർ ചെറിയാൻ രാമനാലിൽ എന്നയാൾ വൈദികൻ എന്നതിലുപരി മല്ലപ്പള്ളിയുടെ ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. സർവ്വമത ജനവിഭാഗത്തെയും അവരുടെ ഏത് ആവശ്യങ്ങളിലും അച്ഛൻ ഓടിച്ചെല്ലും. മാത്രവുമല്ല 25 വർഷത്തോളം മല്ലപ്പള്ളിയെ മല്ലപ്പള്ളിയാക്കി എടുക്കുന്നതിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അച്ഛൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. മല്ലപ്പള്ളിയിലെ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ ഉപജ്ഞാതാവാണ്. മല്ലപ്പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നതോടുകൂടി ഒത്തിരി പേരെ നേർവഴിക്ക് നടത്താൻ അച്ഛന് സാധിച്ചു. അതുപോലെ തന്നെ മല്ലപ്പള്ളിയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം
അച്ഛനെ സംബന്ധിച്ച് അതിൻ്റെ യാതൊരു ആവശ്യമില്ലാതിരുന്നൊരു കാലത്ത് നല്ല നിലയിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ച് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും സാങ്കേതിക വിദ്യ അഭ്യസിക്കാനുള്ള ക്രമീകരണം ചെയ്തു. മല്ലപ്പള്ളി മലങ്കര ഇടവകയിലെ വികാരിയായിരുന്നപ്പോൾ മല്ലപ്പള്ളിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് അച്ഛൻ്റെ ലക്ഷ്യം. ഇടവകയുടെ താല്പര്യങ്ങൾക്കുപരി അച്ഛൻ്റെ താല്പര്യമെന്ന് പറയുന്നത് മല്ലപ്പള്ളിക്കാരുടെ പൊതുവികസനമാണ്. മല്ലപ്പള്ളിയിൽ മദ്യവർജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി വളരെ ഒട്ടനവധി നേട്ടങ്ങളുണ്ടായി. ഒട്ടനവധി അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത് വാദോരാതെ പറയാൻ സാധിക്കും. അത് ഒരു പുകഴ്ത്തലല്ല. അതേ സമയത്ത് അച്ഛൻ ചെയ്ത പ്രവർത്തികൾ മല്ലപ്പള്ളിയെ സംബന്ധിച്ചും നമുക്കറിയാം ബി എക്കാരുടെ നാടെന്നൊക്കെ പറഞ്ഞാലും ഒത്തിരി തനതായ കാര്യങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനെ ഒരു രൂപഭാവത്തിൽ വ്യത്യാസം വരുത്തി നല്ല ഒരു നിലയിലാക്കി എടുക്കാൻ അച്ഛൻ്റെ ശ്രമം സാധിച്ചു. അച്ഛനെ മല്ലപ്പള്ളിക്ക് എല്ലാ കാലത്തും ഒരു നേട്ടം തന്നെയാണ്. അച്ഛനെ മല്ലപ്പള്ളിയുടെ ചരിത്രത്തിൻ്റെ കൂടെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഫാദർ ചെറിയാൻ രാമനാലി. മല്ലപ്പള്ളിയിലെ ഒരു പുതിയ ക്ലബ്ബ് ചാർട്ടർ ചെയ്തു. അതിന് ഞങ്ങളാണ് സ്പോൺസർ ചെയ്തത് ആ ക്ലബ്ബ്. അന്ന് ക്ലബിൻ്റെ ചാർട്ടർ പ്രസിഡൻ്റായിട്ട് അച്ഛനായിരുന്നു. അച്ഛൻ അന്ന് അവിടുത്തെ സെൻറ്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് അതിന് മുമ്പ് അച്ഛനെ കാണാം. ഞാൻ റോഡിലിങ്ങനെ നിൽക്കുമ്പം അച്ഛൻ ഇങ്ങനെ മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു. അങ്ങനെ 2-3 തവണ അദ്ദേഹത്തെ അവരുടെ ബിഷപ്പ് സെലക്ഷൻ കമ്മിറ്റിക്കാർ വിളിച്ചു. അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബോർഡിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് പഠിച്ചതാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ചാക്കോച്ചാ, ഞാൻ അച്ഛനായപ്പോൾ തന്നെ ആളുകളുമായിട്ട് അകന്നു. ചുമന്ന കുപ്പായമാകുമ്പോഴത്തേന് വളരെ അകലും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. അച്ഛനൊരു സോഷ്യൽ, അതെ, ഈ കുപ്പായം ഉണ്ടെങ്കിലും സോഷ്യൽ കാര്യങ്ങളിൽ വളരെ ഇൻവോൾവായിരുന്നു. ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അച്ഛൻ. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അച്ഛൻ മല്ലപ്പള്ളിയെ വികസനത്തിൻ്റെ പാതയിൽ നയിച്ചത്. ഒപ്പം പഠനം കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കാൻ എഫേത്ത എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ സെൻ്ററും സ്ഥാപിച്ചു. അനേകം തൊഴിലാളികൾക്ക് ഈ കേന്ദ്രമിന്ന് താങ്ങും തണലുമാണ്. ഇടവകയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ മല്ലപ്പള്ളി പ്രദേശത്തിൻ്റെ സമഗ്രമായ വളർച്ച അച്ഛൻ ലക്ഷ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വിവിധ മതങ്ങളും സമുദായങ്ങളുമായുള്ള വലിയ ബന്ധം പുലർത്തുവാൻ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. മല്ലപ്പള്ളി പ്രദേശത്തുള്ള വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിലെ വൈദികരുടെ ഒരു കൂട്ടായ്മയായ എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസ് സ്ഥാപിക്കുന്നതും അച്ഛനാണ്. എല്ലാ വർഷവും ഡിസംബർ മാസം എക്യുമെനിക്കൽ കരോൾ സർവീസ് മല്ലപ്പള്ളി പ്രദേശത്ത് ആരംഭിക്കുന്നതും ബഹുമാനപ്പെട്ട ചെറിയാൻ രാമനാലി അച്ഛനാണ്. അങ്ങനെ വിവിധ മതങ്ങളും സമുദായങ്ങളും ക്രൈസ്തവ സഭകളും ഏറെ ഒന്നിച്ച് പോകണം, ഒന്നിച്ച് വളരണം, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വളരണം എന്ന് ഉള്ള ഒരു വലിയ ആഗ്രഹം ബഹുമാനപ്പെട്ട അച്ഛന് ഉണ്ടായിരുന്നു. ITCയും പ്രൊഡക്ഷൻ സെൻ്ററും കമ്പ്യൂട്ടർ സെൻ്ററും ബിരുദാനന്തര കോഴ്സുകളും അടങ്ങിയ ഈ ക്യാമ്പസിൻ്റെ വളർച്ച രാമനാലിലച്ഛൻ്റെ കൈകളിൽ എന്നും സുരക്ഷിതമായിരുന്നു. മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട രാമനാലിലച്ഛൻ്റെ നേതൃത്വം മല്ലപ്പള്ളിക്ക് ഏറെ ഫലവത്തായി തീർന്നുവെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ നേതൃത്വം, അതായത് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഈ താലൂക്ക് തല ചെയർമാനായിട്ടാണ് അച്ഛനെ പ്രവർത്തിച്ചത്. എനിക്ക് അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുവാനിടയായി. അച്ഛൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള മദ്യത്തിനെതിരെയുള്ള സാമൂഹ്യ തിന്മയായ മദ്യത്തിനെതിരെ ശക്തമായി പോരാടുവാൻ അച്ഛൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ചുള്ളത്, അച്ഛന് മദ്യവർജന രംഗത്ത്
അതായത് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് അച്ഛൻ്റെ പ്രവർത്തനം, അതായത് അച്ഛന് ചെയ്ത ഒരു കാര്യം, അച്ഛൻ്റെ ഇടവക അംഗങ്ങളെ ഉൾപ്പെടുത്തി എല്ലാ ഭവനങ്ങളിലും അച്ഛന് ഒരു സ്റ്റിക്കർ തയ്യാറാക്കി. ആ സ്റ്റിക്കറിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ദൈവകൃപയാൽ ഈ ഭവനം മദ്യവിമുക്തമാണ് എന്ന് എഴുതി. ആ സ്റ്റിക്കറുമായിട്ട് അച്ഛനും അച്ഛൻ്റെ അനുയായികളും ചേർന്ന് ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും ആ ഭവനത്തിൻ്റെ മുൻവാതിലിൽ ആ സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ സ്റ്റിക്കറുകൾ ഈ ഭവനങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മദ്യവിരുദ്ധ പ്രവർത്തകരായ ഞങ്ങൾക്കും അതൊരു നല്ല ഒരു ആശയമായിട്ട് തോന്നി. അച്ഛൻ ചെയ്തതായ ഈ പ്രവർത്തനം മറ്റ് ഭവനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് ഇടവക്കാരല്ലാത്ത ഭവനങ്ങളിലും ഒക്കെ ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ആ ഭവനങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കുകയും അങ്ങനെ ഇതിനൊരു പ്രചോദനം ലഭിക്കുകയും ചെയ്തു. അത് ഹൈന്ദവ വിശ്വാസമുള്ളവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയ സ്റ്റിക്കറിൽ ഈശ്വരകൃപയാൽ ഈ ഭവനം മദ്യവിമുക്തമാണ് എന്ന് ആണ് അത് എഴുതിയത്. അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ തക്കവണ്ണം ഈ സ്റ്റിക്കറിന് സാധിച്ചു. അതിൻ്റെ പ്രയോജനം വളരെ തരത്തിൽ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. മല്ലപ്പള്ളിയിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അച്ഛനാണ്. ഒട്ടേറെ ചെറുപ്പക്കാരെ ഇക്കാര്യത്തിൽ തന്നോടൊപ്പം ചേർത്തു നിർത്താൻ കഴിഞ്ഞത് തീർത്തും ദൈവനിയോഗമാണ്. കഴിഞ്ഞ 52 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ അനേക നന്മകളിലും ശുശ്രൂഷകളും ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച കൂട്ടത്തിൽ അതിൽ ഏറെക്കാലം 23 വർഷക്കാലം ആ ശുശ്രൂഷ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് മല്ലപ്പള്ളി പ്രദേശത്തുള്ള ആളുകൾ. ഒരിക്കലും മല്ലപ്പള്ളിക്കാർക്ക്, മല്ലപ്പള്ളി ഇടവക്കാർക്ക്, മല്ലപ്പള്ളി പൊതുസമൂഹത്തിന് ബഹുമാനപ്പെട്ട ചെറിയാൻ രാമനാലച്ചൻ്റെ സേവനത്തെ വിസ്മരിക്കാവുന്നതല്ല. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും ഒരു വൈദികൻ എന്ന നിലയിൽ തൻ്റേതായ ഒരിടം നേടാൻ രാമനാലച്ചന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹത്തിനും ജനനന്മയ്ക്കും എതിരായ ചില പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാൻ രാമനാലച്ചൻ ഒരിക്കലും അമാന്തം വിചാരിച്ചിട്ടില്ല. കുടിയിറക്ക് സമരത്തിൻ്റെ വീര്യം ചോർന്നു പോകാത്ത ഇത്തരം പ്രതികരണങ്ങൾ എന്നും ഈ വൈദിക ശ്രേഷ്ഠനെ വ്യത്യസ്തനാക്കുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാണ് രാമനാലച്ചന്. എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അന്ന് മല്ലപ്പള്ളിയിലെ കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അച്ഛൻ ഒരു വലിയ സമരം തന്നെ നടത്തിയതിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് മല്ലപ്പള്ളി മനോഹരമായ മല്ലപ്പള്ളി പാലം എപ്പോഴും വൃത്തികേടാക്കിക്കൊണ്ട് പോസ്റ്ററുകൾ ഒട്ടിച്ചും അത് വൃത്തികേടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സന്ദർഭങ്ങളിൽ. അച്ഛൻ അതിനെതിരെ ശക്തമായിട്ട് സമരം ചെയ്തു. ഞങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ സമരം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മല്ലപ്പള്ളി പാലം വൃത്തിയായിട്ട് ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരത്തിൻ്റെ പ്രതിഫലനം ഇപ്പോഴും മല്ലപ്പള്ളി പാലത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് PWDക്കാരെ എല്ലാ ആണ്ടിലും അത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയും രാമനാലച്ചൻ്റെ പ്രവർത്തനങ്ങളുടെ മേന്മയാണെന്ന് ഞാൻ കാണുകയാണ്. അനാവശ്യ സമരങ്ങൾക്കും ബന്ധിനുമെതിരെ നിശബ്ദനായി, ഏകനായി, നിരാഹാരത്തിലൂടെ പ്രതികരിച്ചുകൊണ്ട് ഈ വൈദിക ശ്രേഷ്ഠൻ ചരിത്രത്തിലേക്ക് മെല്ലെ നടന്നുകയറി. മല്ലപ്പള്ളി കവലയിൽ ഒരു ബന്ദ് ദിവസം, അതായത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ബന്ദ് നടത്തുവാൻ പാടില്ല എന്ന ഒറ്റ ദൃഢനിശ്ചയത്തോടു കൂടി, സാധാരണ ബന്ദ് ഉള്ള സമയങ്ങളിൽ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരെ ചങ്കൂറ്റത്തോടെ സമരം ചെയ്യുവാൻ മടിക്കുന്ന ആ സമയത്ത് ഒരാൾ തന്നെയായിട്ട്, അച്ഛൻ തന്നെയായിട്ട് കയ്യിലൊരു വേദപുസ്തകവും കരുതിക്കൊണ്ട് മല്ലപ്പള്ളി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന കുരിശടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സമരം ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. സത്യത്തിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ വലിയ സമരത്തിൻ്റെ പ്രത്യാഘാതം
ഇന്നും അലയടിച്ച് കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബന്ദിനെതിരെ, ഹർത്താലിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അവരെ നിയന്ത്രിക്കുവാനായിട്ടുള്ള മനസ്സ് ഇന്ന് ഹൈക്കോടതിയും കോടതി വിധികൾ പോലും ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ബഹുമാനപ്പെട്ട രാമനാൽ അച്ഛനാണ് എന്ന് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. അതിൽ ആത്മസംതൃപ്തിയുണ്ട്. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീ